അല്ല ഈ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ആ സിനിമയുടെ വലിപ്പം മനസ്സിലാവുന്നത്. നമ്മൾ ചിലപ്പോൾ 35 ദിവസം എന്ന് പറയുന്നത് 50 ദിവസത്തേക്ക് പോകും. സിനിമയുടെ വലിപ്പം കൂടുന്തോറുമാണ് സിനിമ നന്നാവുന്നത്. അതിനൊരു വിട്ടുവീഴ്ചയ്ക്ക് ഡയറക്ടർ തയ്യാറാവില്ല, അതിനോടൊപ്പം ഒരു പ്രൊഡ്യൂസർ നിൽക്കുക എന്നുള്ളതാണ് ഒരു സിനിമയുടെ വിജയം. 100% ഇപ്പൊ നമ്മളിപ്പോ നിന്നില്ലെങ്കിൽ നമ്മളിപ്പോ ഓക്കെ എടാ നീ അങ്ങനെയല്ല പറഞ്ഞു, നമ്മൾ ഇത് ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് കൂടി പോയി ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇവനോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇത് ഇത്ര നീണ്ടു പോകത്തില്ല. കാരണം സിനിമ സക്സസ് ആവണം, നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ സിനിമ, നമ്മൾ നോ കോംപ്രമൈസ്. OTTയുടെ ഒരു ഇതുപോലും ഇവൻ കഴിഞ്ഞു എന്നുള്ള ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ സിനിമയിൽ പല സോങ്ങുകളും അല്ലെ പല കാര്യങ്ങളും കുറച്ചുകൂടി ഇതായത്, എക്സ്റ്റൻഡ് ആയി പോയത്. കാരണം തൊട്ടെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ ഇരുന്ന് ഡിസ്കസ് ചെയ്തതാണ്, അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ഇതിൽ ഉണ്ടാക്കിയിട്ടില്ല. കാര്യം സിനിമയുടെ എന്തെങ്കിലും സ്വഭാവം നമുക്ക് പുറത്തു വിടാൻ പറ്റുമോ, എല്ലാ കാര്യത്തിനും 6 പാട്ടുണ്ട്, ഏതെങ്കിലും പാട്ട് കുറയ്ക്കണോ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് തന്നെയാണ് സിനിമയുടെ ഒപ്പം നിന്ന പ്രൊഡ്യൂസറാണ്. ഇല്ലെങ്കിൽ നിവിൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഇന്റർവ്യൂസിൽ തന്നെ കഴിഞ്ഞ 4-5 സിനിമകൾ ഇങ്ങനെ ഫ്ലോപ്പായിട്ട് ഇവൻ ഇരിക്കുമ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇത്രയും ബഡ്ജറ്റ് സിനിമ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മളെല്ലാവരും സിനിമയ്ക്കൊപ്പം തന്നെയാണ് നിന്നത്. എൻ്റെ പാർട്ടാണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, നിവിൻ്റെ പാർട്ടാണ് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുക എന്നുള്ളത്, ഡയറക്ടറെ പാർട്ട് ഇതിനകത്ത് ഡയറക്ഷൻ നല്ല രീതിയിൽ ഡയറക്ഷൻ ചെയ്യുക എന്നുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ പാർട്ട് ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളൂ. കാരണം ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് ഇത് നല്ല രീതിയിൽ ചെയ്താലേ ഉള്ളൂ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളിപ്പോൾ സിനിമ കാട്ടിയവരായിക്കോട്ടെ എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇതിനകത്ത്, അതാണ് നമ്മുടെ ഒരു സന്തോഷം. അതിലുപരി ഇതൊരു നമ്മളിപ്പോൾ എത്രയോ സിനിമകൾ നിർമ്മിക്കുന്നു, അതുകൊണ്ട് ചിലത് പരാജയപ്പെട്ടു പോയ സിനിമകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു സിനിമ, ഒരു സന്തോഷം. എന്തുകൊണ്ടിട്ടാണ് ഹൈദരലി തന്നെ ഈവൻ കണ്ടിട്ട് തന്നെ എടാ ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ് ഞാൻ ചോദിക്കുന്ന ഒരു ഹൈദരലി എൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഒരു സിനിമ പ്രേക്ഷകനാണ്, കണ്ടിട്ട് ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ എടാ ലിസ്ന ഇത് ഇവർ തമ്മിലുള്ള ഒരു ഹ്യൂമർ അത്ര അങ്ങ് ഇല്ലല്ലോ എന്നുള്ള പറഞ്ഞ ആള് പടം കണ്ടു കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ലാസ്റ്റത്തെ 20 മിനിറ്റ് സൂപ്പർ ആട്ടോ, ഒരു മനസ്സിനെ ടച്ച് ചെയ്യുന്ന. എന്തിനാണ് നമ്മൾ മാറിയിരുന്നതിന് എത്ര നേരം സംസാരിക്കും, അതാണ് സിനിമ. അത് നമുക്ക് എനിക്കത് ഭയങ്കരമായിട്ട് നിങ്ങൾ തമ്മിലുള്ള കോംബോ, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കാണാത്തൊരു കണ്ട് മനസ്സിലാക്കുന്നത് ആ ഒരു സീൻ കണ്ട് പിന്നീട് നാട്ടിലേക്ക് പോകുന്ന ആ സീൻ നമ്മുടെ മനസ്സലിയിക്കുന്ന കാഴ്ചകൾ പോലെ. ആ പെൺകുട്ടി ഗംഭീരമായിട്ട് അഭിനയിച്ചു, പറയാതിരിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മനസ്സൊന്ന് കുലുക്കിയ ഒരു വേഷമായിരുന്നു. അത് നിവിനും അത് ഗംഭീരമായിട്ട് ചെയ്യുവാണ്. ഞാൻ പിന്നെ ഒരു ട്രാക്ക് കൂടെ ഇട്ട് കൊടുത്ത് ഇത് കുറച്ചുകൂടെ ക്ലാസ് സിനിമ കണ്ടിട്ട് കുറച്ചുകൂടെ ക്ലാസ് ആളുകൾക്കാണ് ഇത് കൂടുതൽ. അപ്പൊ ഉടനെ എനിക്ക് നിനക്കൊക്കെ ഓക്കേടാ, പക്ഷെ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ നോക്കണ്ടേ? അല്ല തീർച്ചയായിട്ടും മറ്റു സാധാ ഓഡിയൻസിന്റെ നോക്കണ്ട. അല്ല തീർച്ചയായിട്ടും. അല്ല അതല്ല നമ്മളിപ്പോ കവിതയിലായാലും നമ്മുടെ സാധാ വലിയ തിയേറ്റേഴ്സിൽ അവര് കൈയടിച്ച് ഇറങ്ങുമ്പോൾ കണ്ണു നനയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ റിലീസിംഗ് ഡേയില് അതായത് എറണാകുളത്ത് തന്നെ എത്ര സ്ക്രീനിൽ ഇന്നലെ കളിച്ചു? 120 സ്ക്രീനുകൾ. അല്ല ഞാൻ പറഞ്ഞത് എത്ര സ്ക്രീനുകൾ കളിച്ചു. കവിത പോലെയുള്ള സ്ക്രീൻ, എറണാകുളം ഷേണൈസ് പോലെയുള്ള ഇടത്ത് എത്രയോ സ്ക്രീനാണ് ചെയ്തത്. എല്ലാ ഷോസും ഫുള്ള് 11:50 ഈ പറഞ്ഞ എല്ലായിടത്തും 11:50 ഷോസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഫുള്ളാകുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ക്രൗഡ്, 17,000 പേര് ഈ എറണാകുളം പോലെയുള്ള തിയേറ്ററുകളിലേക്ക് വരണം, അപ്പോഴല്ലേ ഇത് ഫുള്ളാവുള്ളൂ. അതാണ് നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ളത്. ഇപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ വേറെ സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ഒപ്പീനിയൻ ഡിഫറെന്റ് ഉണ്ട് എങ്കിൽ തിയേറ്ററിലേക്കുള്ള ക്രൗഡ് ഇപ്പം നമ്മൾ ഇന്നലെ സംസാരിച്ച ഇത്രയും ബുക്കിംഗ് നിന്റെ ഒരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല. നമ്മൾ തീർച്ചയായും ഗരുഡൊന്നും ഇത്രയും ബുക്കിംഗ് കിട്ടിയിട്ടില്ല നമ്മൾ ഇന്നലെ സംസാരിച്ചാണ്. അല്ല അതാ ഞാൻ ഡിജയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങള് ആ സിനിമകൾ ചെയ്യുമ്പം ഫസ്റ്റ് ഷോ മുതലാണ് അത് റേസ് ആവുന്നത്. ആക്ച്വലി ഈവൻ ഗരുഡനാണെങ്കിലും എല്ലാം ഈവനിങ് ഷോ മുതലാണ് റേസ് ആയത്. ഇത് നമുക്ക് തുടക്കം മുതലേ നമുക്കൊരു ബുക്കിംഗ് ഓപ്പൺ ചെയ്തപ്പോൾ മുതൽ അതിന്റെ ഒരു നല്ല സൈൻ ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ ഒരു പേടി നിന്നത്. കാരണം ഇതൊരു ഈ ഹൈപ്പ് ഇത്രയും വന്നത് കൊണ്ടിട്ട്, നോർമലി ഇത്രയും ഹൈപ്പ് കിട്ടിയോണ്ടിട്ട് ഇത് അപകടമാകുമെന്ന് ഞങ്ങൾക്കൊരു സംശയം വന്നതുകൊണ്ടിട്ടാണ്. കാരണം ഞങ്ങൾ ഇതിന്റെ കുറെ പേര്, എൻ്റെ ഫാമിലി ആയിക്കോട്ടെ ഇവന്റെ ഫാമിലി ആയിക്കോട്ടെ എല്ലാവരും, ഇവന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ എല്ലാവരും പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഹ്യൂമർ കുറച്ച് കുറവാണോ എന്നൊരു സംശയം എല്ലാവർക്കും വന്നപ്പോൾ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച സിനിമ ഇതല്ല എന്ന അവരുടെ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ഒന്നും ഭയപ്പെട്ടു പോയത്. അപ്പം ഞങ്ങൾ സീരിയസ് ആയിട്ട് സിനിമയിൽ ഭയങ്കര ഹാപ്പി. പക്ഷെ
ഹ്യൂമർ ഈ പറഞ്ഞ പോലെ ഗ്യാൻ നിവിൻ എന്നുള്ള പോയിന്റ് പറഞ്ഞു. അല്ല അത് എല്ലാവരും അത് ചോദിക്കണം. അത് തന്നെയാണ് ഞാനും തുടക്കത്തിൽ ചോദിച്ചത്. നമ്മൾ ഇവരെ കയ്യിൽ ഇവരെ രണ്ടുപേരെയും ഒരു സംവിധായകന്റെ കൈ കിട്ടിയിട്ട് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായി പോയി അവിടെ. പക്ഷെ അതെന്താ വെച്ചാൽ നമ്മള് കഥയ്ക്കനുസരിച്ച് നമ്മള് തീർച്ചയായിട്ടും നമ്മള് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോ നമ്മള് promo ഒരു കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്തിട്ടില്ലല്ലോ നമ്മൾ. കാര്യമില്ല. അതാ- വേണ്ട സ്ഥലങ്ങളിൽ ആ സാധനം കൊടുത്തില്ല. അത് ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞെ, സത്യൻ സാറിന്റെ സിനിമയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതൊക്കെ വളരെ സട്ടിൽ അല്ലാണ്ട് ഓവർഡൂ ചെയ്ത് അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരു സിനിമയാണ്. അതിന് നമ്മൾ ആ ഒരു ജേർണിയുടെ ഒപ്പം ഭാഗമായ തീർച്ചയായും ഇന്നലെ ഒത്തിരി പേർക്ക് ടിക്കറ്റ് നമ്മളെ മൂവി മാൻ്റെ അവന് സിനിമ പറ്റിയിട്ടില്ല. അവന് ടിക്കറ്റ് എടുത്ത് കണ്ടിട്ട് ഒന്ന് ഇന്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ കാണാൻ പറ്റിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. സിനിമ പറഞ്ഞു ടിക്കറ്റ് കിട്ടിയില്ല എന്ന് ഇന്നലെ. അവൻ ഒത്തിരി നോക്കിയാണ്. അപ്പൊ ഇന്നലെ ടിക്കറ്റ് കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. ഇന്നും അല്ല ഇന്നലെ തന്നെ നമ്മുടെ കുറെ ബാങ്കിലുള്ള നമ്മുടെ പടം വർക്ക് ചെയ്ത ഒരു അല്ല ഈ പടത്തിന് വേണ്ടിയിട്ട് നിന്ന് ബാങ്കിലുള്ള കുറെ ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് ടിക്കറ്റ് കൊടുക്കാനായിട്ട് എനിക്ക് ഈവൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന്, എന്നിട്ട് അവർക്ക് ഇന്നാണ് ഞാൻ ടിക്കറ്റ് ഈവൻ കൊടുത്തത്. ടിക്കറ്റ് കൊടുത്തത് അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ അത് ആസ്വദിക്കുവാണല്ലോ. ലിസ്റ്റ് ഞങ്ങൾക്ക് നോക്കിയിട്ടിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോഴാണല്ലോ മേ ബി ഈ ഫ്രണ്ട് റോ ഉള്ളവർ ഫ്രണ്ട് റോ ആണ് കിട്ടുന്നതെങ്കിൽ അവരത് താല്പര്യപ്പെടുന്നില്ല. ലിസ്റ്റ് അപ്പം എങ്ങനെയെങ്കിലും എടുത്തു തരാമെന്ന് ചോദിച്ച് നമുക്ക് കോള് വരുമല്ലോ. അപ്പോൾ അതാണല്ലോ നമുക്കൊരു സന്തോഷം. അപ്പോൾ സിനിമ ഒരു പൈസ കിട്ടുന്നത് സന്തോഷമാണ് ഓഫ് കോഴ്സ്. പക്ഷെ അതിലുപരി ഒരു സൂപ്പർ സിനിമയാണ് കേട്ടോ, ഗുഡ് സിനിമയാണ് എന്ന് പറഞ്ഞ് ആ കിട്ടുന്ന മെസ്സേജിലാണ് കൂടുതലൊരു സംതൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ. ഒരു മാറ്റമില്ല. ഈ നിവിൻ ഇദ്ദേഹമായിട്ടുള്ള കോമ്പിനേഷൻ കുറേ ഉണ്ട് അവിടെ. നമുക്ക് അവിടെ അവിടുത്തെ താമസ സ്ഥലത്തും ആ എലിയുടെ ഒക്കെ സീക്വൻസ് ഒക്കെ ഭയങ്കര, പൂച്ചയുടെ സീക്വൻസ് ഭയങ്കര ഗംഭീരമായിട്ട് വന്നിരിക്കുന്നു. ഇദ്ദേഹത്തിന് ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ, ഡയലോഗിന് മുമ്പിൽ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം സംസാരിച്ചത് എന്തായിരിക്കും? എന്താണ് ആദ്യം സംസാരിച്ചത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത്? ഹലോ ഹലോ ആ പോലെ തന്നെ ഹലോ. He's asking what did we speak first? ഫസ്റ്റ് ടൈം Hello. I said hello. Copy paste. Hello. ഇല്ല, നമ്മളിത് ആദ്യമേ ഡിജോ ഇതിന്റെ ഓഡീഷന്റെ വീഡിയോ ഇത് കാണിച്ചു. അപ്പോഴാണ് ഞാൻ പുള്ളിനെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ എനിക്ക് ഫുൾ മേക്കപ്പില് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഫുൾ മേക്കപ്പിൽ. അപ്പൊ നമ്മുടെ മനസ്സിൽ സാഹിബ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ സാഹിബ് ഈ സാഹിബും അതും ഭയങ്കര വ്യത്യാസമല്ലേ പിന്നെ ഇത് ആക്കിയുടെ കാര്യം. എന്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞ അമരീഷ് പുരി ആ രീതിയിലേക്ക് ഒരു ലുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് അമിതാഭ് ബച്ചൻ സ്റ്റൈൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴേ വോയിസ് മോഡുലേഷൻ ഒക്കെ ചെറിയ അമിതാഭ് സാർ दो बिरयानी देखो സ്റ്റൈൽ. दो बिरयानी What's that? अमिताभ बच्चन बोला ना, 2 बिरयानी 2 biryani? इसका दे दो. So day one say I'm getting from producer everything. I don't want to give anything to anyone. ഇതിന്റെ തലയിലേക്ക് എല്ലാം തന്നിട്ടുണ്ടല്ലോ. ആ ഒരു കോംബോ ഉണ്ടല്ലോ. നിങ്ങളുടെ ഹൈറ്റിലാണല്ലോ നേരത്തെ ഡിജോ പറഞ്ഞില്ല, അത് ഗംഭീരമായിട്ട്. പിന്നെ ആ കിടക്കാൻ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുന്ന സീൻ, ആ സീൻ ഗംഭീരമായിട്ടില്ല. അതൊക്കെ എങ്ങനെ ആ ചെയ്യുമ്പോ എങ്ങനെയാണ് മനസ്സിലൊരു ചിരിയും വരുന്നു, ഉള്ളിലൊരു ചിരിയും വരുന്നുണ്ടായിരിക്കുമല്ലോ. ചിരി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്. സാഹിബ് എപ്പോഴും പറയും this guy is laughing all the time when I say my dialogues. Like seriously, I think one scene was there. I was speaking a very intense scene. I was speaking my lines, and this guy. I said, "What's going on, man? I'm speaking like your headache, your problem." നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ തരണം ചെയ്ത് പോണല്ലോ. യാത്ര ചെയ്യുന്ന ആളാണല്ലോ നമ്മൾ. അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.